പൂർണ്ണമായി സംസാരിക്കുന്നുണ്ട്. കോൺഗ്രസ് നേതൃത്വം അതുപോലെ തന്നെ KSU ഇവരെല്ലാവരും ഇതിനെ ന്യായീകരിച്ചിരിക്കുകയാണ്. വിമോചന സമരകാലത്തെ സമര മാതൃകകളിലേക്ക് കോൺഗ്രസ് മാറുന്നു എന്നുള്ളതാണ് ഇതും നമുക്ക് മനസ്സിലാവേണ്ടത്. അവരൊരു വനിതയാണ് എന്നുള്ള പരിഗണന വേണ്ടേ? നമ്മുടെ സമൂഹത്തിൽ ഇത്രത്തോളം താണ തരത്തിലുള്ള നിലവാരം കുറഞ്ഞ രാഷ്ട്രീയ പ്രവർത്തനവും പ്രതിഷേധവും അപവാദ പ്രചരണങ്ങളും ഇവരിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് സമൂഹത്തിന് ബോധ്യപ്പെടുന്നതാണ് എത്രത്തോളം തരംതാണു പോയിരിക്കുന്നു ഇന്നത്തെ പ്രതിപക്ഷം, ഇന്നത്തെ കോൺഗ്രസ്, നമ്മുടെ സംഘടനകൾ. ഏറ്റവും പ്രതിഷേധാർഹമായൊരു നടപടിയാണ് KSUവിന്റെ ഭാഗത്തുനിന്നുണ്ടായത് എന്ന് തന്നെയാണ് CPM നേതാക്കളെല്ലാം തന്നെ പറയുന്നത്. വലിയ പ്രതിഷേധം വിഷയത്തിൽ ഉണ്ടാകുമെന്ന് DYFIയും SFIയും ഒക്കെ തന്നെ നേരത്തെ പറയുകയുമുണ്ടായി. കണ്ണൂരിലും കാസർഗോഡും ഒക്കെ DYFIയുടെ നേതൃത്വത്തിൽ SFIയുടെ നേതൃത്വത്തിൽ പ്രതിഷേധങ്ങൾ അരങ്ങേറുന്ന ഒരു സാഹചര്യം കൂടിയാണുള്ളത്. ഏതായാലും പരിക്കേറ്റ മന്ത്രി നിലവിലിപ്പോൾ ആശുപത്രിയിലാണ്. ജില്ലാ ആശുപത്രിയിൽ ICUവിലാണ് മന്ത്രിയുള്ളത്. ഇപ്പോൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.